ഹായ് ഓൾ, എല്ലാവർക്കും എക്സാം പോയിന്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് 8th കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ അഥവാ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ 1 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പദാർത്ഥ സ്വഭാവം എന്ന ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ തയ്യാറാക്കാനായിട്ടും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിക്കേഷൻസിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം. The particles in sugarcane tea and potassium permanganate solutions cannot be seen as they are extremely small. പഞ്ഞിമിഠായിലും പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷനിലും അവയുടെ പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ കഴിയാത്ത വിധം വളരെ ചെറുതായിരിക്കും. പക്ഷേ അവരുടെ പ്രോപ്പർട്ടീസ് അവിടെ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇഫ് യു ടേക്ക് 1 or 2 പീസ് ഓഫ് ക്യാംഫർ ഇൻ എ ചൈന ഡിഷ്, നമ്മൾ എന്ത് ചെയ്യുന്നു, 1 or 2 പീസ് ക്യാംഫർ കർപ്പൂരത്തെ ചൈന ഡിഷിൽ എടുക്കുകയാണ് ആൻഡ് ഹീറ്റ്. ആ ഒരു കർപ്പൂരത്തെ ആ ചൈന ഡിഷിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു. ഈവൻ ദോ കുറച്ച് നേരം കഴിയുമ്പോൾ ദ ക്യാംഫർ ഹാസ് ഡിസപ്പിയർഡ് കംപ്ലീറ്റ്ലി. ഈ ഒരു കർപ്പൂരം എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു, പൂർണ്ണമായും എന്ത് ചെയ്യുന്നു, അലിഞ്ഞു പോകുന്നു. ബട്ട് ദ സ്മെൽ ഓഫ് ക്യാംഫർ റിമെയിൻസ് ഇൻ ദ എയർ. പക്ഷെ നമ്മുടെ ചുറ്റും എയറിൽ മൊത്തവും ആരുടെ ഗന്ധം ഉണ്ടായിരിക്കും, കർപ്പൂരത്തിൻ്റെ ഗന്ധം ഉണ്ടായിരിക്കും. അതിന് കാരണം എന്താണ്? ദിസ് ഈസ് ബിക്കോസ് ദ ക്യാംഫർ ഹാസ് സ്പ്രെഡ് ഇൻ ദ എയർ ആസ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്. ക്യാംഫർ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട്, കാണാൻ കഴിയാത്ത രീതിക്കുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് ഈ ഒരു അന്തരീക്ഷത്തിൽ മുഴുവനായും പടർന്നു. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അവയുടെ ഗന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കാർബൺ ആൻഡ് വാട്ടർ ആർ ദ കമ്പോണൻസ് ഓഫ് ഷുഗർ. ഷുഗറിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ആരൊക്കെ എന്ന് പറയുന്നത്? കാർബണും വാട്ടറും. ഈ പറയുന്ന വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും. നമ്മൾ ശ്രദ്ധിച്ചു വേണം, കാർബണും വാട്ടറുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ പറയപ്പെടുന്ന വാട്ടറിനെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റാൻ കഴിയും. എപ്പോൾ? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദി വാട്ടർ ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പം ഷുഗറിൽ കാർബണും വാട്ടറും ഉണ്ടെന്ന് പറഞ്ഞു. വാട്ടർ ഓൾറെഡി ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഷുഗറിൽ എന്തൊക്കെ ഉണ്ടാവും? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതാണ് പറയുന്നത് ദാറ്റ് ഈസ് ഷുഗർ എ പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പം ഇവ മൂന്നും കൂടിച്ചേർന്നതാണ് ആരെന്ന് പറയുന്നത്? ഷുഗർ എന്ന് പറയുന്നത്. ഇനി നോക്കാം, അറ്റ് ദ സെയിം ടൈം പ്യുവർ സബ്സ്റ്റൻസ് ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ്, സിൽവർ cannot be further divided into its components by chemical reactions. മറ്റൊരു രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് ഒരിക്കലും ആരെയൊക്കെ, ഹൈഡ്രജനെയും ഓക്സിജനെയും കാർബണിനെയും ഗോൾഡിനെയും സിൽവറിനെയും പോലുള്ള പ്യുവർ സബ്സ്റ്റൻസിനെ, ശുദ്ധമായ പദാർത്ഥങ്ങളെ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം പ്യുവർ സബ്സ്റ്റൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും മറ്റൊന്നായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങളായിട്ട് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനോ കഴിയില്ല. അതാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും. എന്താണ് മൂലകങ്ങൾ എന്ന് നോക്കിയാലോ? എലമെന്റ്സ്, ദ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്ഡ് ത്രൂ കെമിക്കൽ പ്രോസസ് ആർ കാൾഡ് എലമെന്റ്സ്. അതായത് രാസപ്രവർത്തനത്തിലൂടെ ഡീകമ്പോസ് ചെയ്യാൻ കഴിയാത്ത പ്യുവർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവയുടെ അതുപോലെ തന്നെ മറ്റൊരു ഡെഫിനിഷനാണ് എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കമ്പോണൻസ് ത്രൂ കെമിക്കൽ പ്രോസസ്. രാസപ്രക്രിയയിലൂടെ, രാസപ്രവർത്തനത്തിലൂടെ അവയുടെ സിംപ്ലർ കമ്പോണൻസ് ആയിട്ട് മാറ്റാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. കാരണം അവരായിരിക്കും ഏറ്റവും സിമ്പിളായിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അവയെ നമുക്ക് ഒരിക്കലും ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. അവർക്കുള്ള എക്സാമ്പിളാണ് ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ്, സിൽവർ. ഇവയൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ ഘടക പദാർത്ഥങ്ങളായിട്ട് മാറ്റാൻ കഴിയില്ല. ഇവയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് കോമ്പൗണ്ട്സ്. എന്താണ് സംയുക്തങ്ങൾ? നോക്കാം. Compounds are pure substance formed from 2 or more elements through chemical combination. രാസപ്രക്രിയയിലൂടെ 2 or അതിലധികമോ എലമെന്റ്സ്
രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടി ചേരുന്നുണ്ടാകുന്ന പ്യുവർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥമാണ് എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്, സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ കുറച്ച് എലമെൻറ്റ്സ് ചേർന്ന് എന്തുണ്ടാവുന്നു, കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു. അതായത് കോമ്പൗണ്ട്സ് ആർ സബ്സ്റ്റൻസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more elements through chemical combination. എന്നാണ് രാസപ്രക്രിയയിലൂടെ രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ് ചേർന്ന് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്, എലമെൻറ്റ്സ് ചേർന്ന് ഉണ്ടാവുന്നതാണ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാട്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ടർ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വാട്ടർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഷുഗർ, കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ഷുഗർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും ചേർന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങൾ രണ്ടോ അതിലധികമോ ആര് ചേർന്നു, എലമെൻറ്റ്സ് ചേർന്നുണ്ടായ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഈ താഴെ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞത്. ഒറിജിൻ ഓഫ് ദി നെയിം ഓഫ് എലമെൻറ്റ്സ്. എങ്ങനെയാണ് മൂലകങ്ങൾക്ക് പേരുകൾ വന്നത് നോക്കാം. ഇൻ ദ പാസ്റ്റ്, പണ്ട് കാലങ്ങളിൽ, ദ എലമെൻറ്റ്സ് വെയർ നെയിംഡ് ആഫ്റ്റർ പ്ലേസസ്, കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, സയൻറ്റിസ്റ്റ്, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ് എക്സെട്ര. പണ്ട് കാലങ്ങളിൽ മൂലകങ്ങൾക്ക് പേര് നൽകിയിരുന്നത് പലതിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. ഉദാഹരണം, സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിലാവാം, കൺട്രീസ് രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിലാവാം, കോണ്ടിനെൻറ്റ്സ് വൻകരകളുടെ അടിസ്ഥാനത്തിലാവാം, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് അവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടതായിരിക്കാം, സയൻറ്റിസ്റ്റ് ചില സയൻറ്റിസ്റ്റുകൾക്ക് ആദരസൂചകമായിട്ടായിരിക്കാം, പ്ലാനറ്റ്സ് ഗ്രഹങ്ങൾക്കും, സാറ്റലൈറ്റ്സ് ഉപഗ്രഹങ്ങൾക്കും ആദരസൂചകമായിട്ട് അല്ലെങ്കിൽ അവയുടെ പേരുമായി ബന്ധപ്പെടുത്തിയായിരിക്കാം എലമെൻറ്റ്സിന് പേരുകൾ നൽകിയിരുന്നത്. ഉദാഹരണം തന്നിട്ടുണ്ട്. പൊളോണിയം എന്ന് പറയുന്ന എലമെൻറ്റിന് പേര് നൽകിയിരിക്കുന്നത് പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ ബന്ധപ്പെടുത്തിയാണ്. ക്യൂറിയം എന്ന് പറയുന്നത് മേരി ക്യൂറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യൂറിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് പേര് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്രോമിയം, ഇൻഡിയം, ക്ലോറിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, കളറിനെ ബന്ധപ്പെടുത്തിയാണ്. ക്രോം എന്ന് പറയുന്ന, ഇൻഡിഗോ എന്ന് പറയുന്ന, ക്ലോറോ എന്ന് പറയുന്ന കളറിനെ ആസ്പദമാക്കിയാണ് ക്ലോറിനും ഈ ക്രോമിയത്തിനും ഇൻഡിയത്തിനും പേരുകൾ നൽകിയിരിക്കുന്നത്. അതുപോലെ നെപ്റ്റൂണിയം എന്ന് പറയുന്നത് പ്ലാനറ്റിനെ ബേസ് ചെയ്താണ്. നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പ്ലാനറ്റിനെ അടിസ്ഥാനമാക്കിയാണ് നെപ്റ്റൂണിയം എന്ന് പറയുന്ന എലമെൻറ്റിന് പേര് നൽകിയിരിക്കുന്നത്. യൂറോപ്യം ഒരു വൻകരയെ അടിസ്ഥാനമാക്കിയാണ്, ഒരു കോണ്ടിനെൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ് യൂറോപ്യം എന്ന് പറയുന്ന പേരുകൾ നൽകിയിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അമേരിക്കം എന്ന് പറയുന്നത് അമേരിക്കയെ ബേസ് ചെയ്താണ്, അമേരിക്ക എന്ന് പറയുന്ന കൺട്രിയെ ബേസ് ചെയ്താണ്. ഫ്രാൻസിയം എന്ന് പറയുന്നതും ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രിയെ ബേസാണ് പേര് നൽകിയിരിക്കുന്നത്. റുബീഡിയം എന്ന് പറയുന്ന ഒരു കളറിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, പേര് നൽകിയിരിക്കുന്നത് റുബീഡിയം. പ്ലൂട്ടോണിയം, പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലൂട്ടോണിയം എന്ന് പറയുന്ന എലമെൻറ്റിന് പേര് നൽകിയിരിക്കുന്നത്. ടൈറ്റാനിയം, മെന്റലീവിയം, റുദർഫോർഡിയം, ടൈറ്റാനിയം അവയുടെ പ്രോപ്പർട്ടിയായി ബന്ധപ്പെടുത്തിയാണ്. ആൻഡ് മെന്റലീവിയം, റുദർഫോർഡിയം എന്നിവയൊക്കെ സയൻറ്റിസ്റ്റ്, മെന്റലീഫും റുദർഫോർഡും പോലുള്ള സയൻറ്റിസ്റ്റുകൾക്ക് ആദരസൂചകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മെന്റലീവിയം, റുദർഫോർഡിയം പോലുള്ള എലമെൻറ്റ്സിന് പേരുകൾ നൽകിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തതായി ഒരു എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിൾസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. നോക്കാം. സിമ്പിൾസ് ആർ യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിനെ, മൂലകങ്ങളെ റെപ്രസെൻ്റ് ചെയ്യിക്കാനാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്, സിമ്പിൾസിനെ ഉപയോഗിക്കുന്നത്. സിമ്പിൾസ് ആർ അസൈൻഡ് ടു എലമെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പല രീതിക്കാണ് ഒരു സിമ്പിളിനെ ഒരു എലമെൻറ്റിലേക്ക് അസൈൻ ചെയ്യുന്നത്. നോക്കാം. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ഇംഗ്ലീഷ് ഓർ ലാറ്റിൻ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ആസ് എ സിമ്പിൾ ഓഫ് ദ എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ പേരിലെ ഫസ്റ്റ് ഇംഗ്ലീഷ് ലെറ്ററോ അല്ലെങ്കിൽ ലാറ്റിൻ നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരമോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾസ് താഴെ നൽകിയിട്ടുണ്ട്. നോക്കാം. എലമെൻറ്റ്സും സിമ്പിൾസും. കാർബണിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സി, ഓക്സിജനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഒ, നൈട്രജനെ റെപ്രസെൻ്റ് ചെയ്യിക്കാൻ എൻ, ഹൈഡ്രജനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എച്ച്, സൾഫറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആരാണ്, എസ്. ഇവയെല്ലാം അവയുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ്. അത് ഇംഗ്ലീഷ് ലെറ്റർ ആയിക്കോട്ടെ ലാറ്റിൻ നെയിം ആയിക്കോട്ടെ, അതിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞതിൽ കുറച്ച് എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നോക്കാം. ബട്ട് ഫോർ സം എലമെൻറ്റ്സ് എലോങ് വിത്ത് ദ ഫസ്റ്റ് ലെറ്റർ the second or another prominent letter is also used in the symbol as a small letter. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ആ ഒരു എലമെൻറ്റിൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ ആ ഒരു എലമെൻറ്റിൻ്റെ പേരിൻ്റെ തൊട്ട് രണ്ടാമത്തെ അക്ഷരമോ അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിൻ്റെ പേരിൽ പ്രോമിനൻ്റ് ആയിട്ട് ഒരു ലെറ്ററോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എലമെൻറ്റിൻ്റെ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം താഴെ നൽകിയിരിക്കുന്ന നോക്കാം. കാൽഷ്യം,
CA എന്ന് പറയുന്ന വേർഡാണ്, അല്ലെങ്കിൽ CA എന്ന് പറയുന്ന സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം C എന്ന് പറയുന്നത് നമ്മൾ കാർബൺ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CA കൊടുക്കുന്നത് കാൽഷ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. മാത്രമല്ല രണ്ടാമത്തെ അക്ഷരം എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കാം, വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, മൂന്നാമത്തെ ആൾ നോക്കാം. ക്ലോറിൻ, CHLORINE, രണ്ടാമത്തെ ലെറ്റർ CH ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് CL ആണ്. കാരണം നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ലെറ്റർ മാത്രമല്ല, പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന വേറെ ഏത് ലെറ്ററും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് CL ആണ്. L എന്നാണ് സ്മോൾ ലെറ്റർ ആണ്, CL. ക്യാപിറ്റൽ സിയും സ്മോൾ L ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലത്തെ കേസാണ് ക്രോമിയത്തിൻ്റെ പേര് വന്നത് CR, ബ്രോമീൻ അതുപോലെ തന്നെ വരുന്നതാണ് ബ്രോമിൻ, BR, ബെർലിയം BE സെക്കൻഡ് ലെറ്റർ വരുന്നതാണ്. ഇതെല്ലാം സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ രണ്ട് വഴികളല്ലാണ്ട് ഒരു രീതിയിലും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം അത് ഏതാണ് ആ വഴിയെന്ന്. ദ സിമ്പിൾസ് ഓഫ് സം എലമെൻറ്റ്സ് ഹാവ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദിയർ ലാറ്റിൻ നെയിംസ്. ചില എലമെൻസിൻ്റെ സിമ്പിൾസ് വന്നിരിക്കുന്നത് ലാറ്റിൻ നെയിമിൽ നിന്നാണ്. ഉദാഹരണം വെച്ച് നമുക്ക് നോക്കാം. സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് Na ആണ്. സോഡിയം എന്ന് എഴുതുമ്പോൾ അതിനകത്ത് Na ഒരിക്കലും വരുന്നില്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് Na ഉപയോഗിക്കുന്നത്? കാരണം സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് നാട്രിയം എന്നതാണ്. ഈ നാട്രിയത്തിൻ്റെ Na ആണ് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പൊട്ടാസ്യത്തിൻ്റെ കേസിലും. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നെയിം കാലിയമാണ്. സോ അതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് K ആണ്. കോപ്പർ, കുപ്രം എന്നതാണ് അതിൻ്റെ ലാറ്റിൻ നെയിം. സോ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് Cu എന്നതാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അയൺ. അയണിൻ്റെ IRON, അതിൽ വരുന്ന ഒരക്ഷരവുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, അയണിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അയണിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് FeH ആണ്. കാരണം അയണിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് ഫെറമാണ്. സോ ലാറ്റിൻ നെയിം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ കാണുന്നതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിലുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല സിമ്പിൾസായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതും. ഇവയെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നാണ് ആറ്റം ആൻഡ് മോളിക്യൂൾ. ആറ്റവും തന്മാത്രയും. നോക്കാം എന്താണെന്ന്. വെൻ വി ബ്രോക്ക് അപ്പ് ദ കാർബൺ ഇൻ ടു സ്മോളർ ആൻഡ് സ്മോളർ മാനർ. കാർബണിനെ വളരെ ചെറിയ, വീണ്ടും ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ പൊടിക്കുമ്പോൾ, ബ്രോക്കൺ ചെയ്യുമ്പോൾ, we get the smallest particles which retain all the characteristic properties of the carbon at the end. നമുക്ക് ഏറ്റവും അവസാനം കാർബണിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ പ്രത്യേകതകളും അടങ്ങിയ ഒരു ചെറിയ കണികട്ട്, ഏറ്റവും ചെറിയ കണിക നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കണികയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർബണിൻ്റെ ഏറ്റവും സ്മോൾ പാർട്ടിക്കിൾ ആയിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത്. ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് ആൻ ആറ്റം ഓഫ് കാർബൺ. കാർബണിൻ്റെ ആറ്റം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് എന്തിനാണ്, ആറ്റത്തിലേക്കും മോളിക്യൂളിലേക്കുള്ള തുടക്കമാണ് ഇത് പറയുന്നത്. ആ കാർബൺ വെച്ചാണ് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ പ്രധാനമായും ആറ്റത്തിലേക്ക് വരുന്നത്. എന്താണ് ആറ്റം? അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഇവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും അടങ്ങിയ ആ ഒരു മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ പ്രത്യേകതകളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ആറ്റം ഓഫ് സം ഗേഷ്യസ് എലമെൻറ്റ്സ് ലൈക്ക് ഹീലിയം, നിയോൺ എക്സെട്ര ക്യാൻ എക്സിസ്റ്റ് ആസ് ഫ്രീ സിംഗിൾ ആറ്റംസ്. ഹീലിയം, നിയോൺ പോലുള്ള വാതകങ്ങളുടെ ആറ്റങ്ങൾക്ക് സ്വയമേ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. ഒരാറ്റമായിട്ട് എന്ത് ചെയ്യാം, നിലകൊള്ളാൻ കഴിയും. എന്നാൽ ബട്ട് ആറ്റംസ് ഓഫ് സം അതർ ഗാഷ്യസ് എലമെൻറ്റ്സ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ എക്സെട്ര ക്യാൻ എക്സിസ്റ്റ് ഓൺലി ആസ് കോമ്പിനേഷൻ ഓഫ് ടു ആറ്റംസ്. എന്നാൽ ഹൈഡ്രജൻ, ഓക്സിജൻ പോലുള്ള ചില ഗാഷ്യസ് ആറ്റംസിനെ ഒറ്റയ്ക്ക് ഒരാറ്റമായിട്ട് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല, നിലകൊള്ളാൻ കഴിയില്ല. അവർക്ക് രണ്ടുപേർ ഒരുമിച്ച്, രണ്ട് ആറ്റങ്ങൾ ചേർന്ന് മാത്രമേ നിൽക്കാൻ കഴിയൂ. അതായത് ഓക്സിജൻ ഒറ്റയ്ക്കും ഒരിക്കലും ഓക്സിജനായിട്ട് നിൽക്കത്തില്ല, O2 ആയിട്ടേ നിൽക്കത്തുള്ളൂ. രണ്ട് ഓക്സിജൻ ചേർന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിന്നാൽ മാത്രമേ അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത്. ഇതാണ് ആറ്റത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് മോളിക്യൂളിനെ പറ്റിയാണ്, തന്മാത്ര. എന്താണ് തന്മാത്ര നോക്കിയാലോ.
atoms of some elements are seen to exist as a combination of more than two atoms. ചില എലമെൻസിൻ്റെ ആറ്റംസിനെ നമുക്ക് ഒരുമിച്ച് മാത്രമേ കാണാൻ കഴിയൂ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് ഓക്സിജനൊക്കെ O2 ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ, H2 ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ എന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതായത് കോമ്പിനേഷനായിട്ട് നിൽക്കാൻ കഴിയുന്നവ, അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ മോളിക്യൂൾസ് ആർ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. വളരെ പ്രധാനപ്പെട്ട വേർഡാണ് ഇൻഡിപെൻഡൻ്റ്ലി. സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോളിക്യൂൾ എന്ന് പറയുന്നത്. ആറ്റത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന വാക്ക് പറയില്ല. കാരണം ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അതിൻ്റെ എല്ലാ പ്രത്യേകതകളും അടങ്ങിയ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആറ്റമാണ്. എന്നാൽ ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആരെന്ന് പറയുന്നത്, മോളിക്യൂൾ അഥവാ തന്മാത്ര എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, നമ്മൾ പറഞ്ഞു ഓക്സിജൻ ഇതെന്ന് പറയുന്നത് ഒരു ആറ്റമാണ്. എന്നാൽ ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കില്ല നമ്മളെന്ന് പറഞ്ഞു, O2 ആയിട്ടേ നിൽക്കത്തുള്ളൂ. ഇവയാണെന്ന് പറയുന്നത് മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് വെറും O എന്ന് എഴുതുന്നതാണ് ഓക്സിജൻ ആറ്റം. എന്നാൽ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്, O2. കാരണം ഇവയാണ് സ്റ്റേബിളായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് O2 ആണ്. എന്നാൽ O എന്ന് പറയുന്ന ആറ്റം അവിടെ ഉണ്ട്, പക്ഷെ അതിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല. ഇതാണ് ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിംഗ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റത്തെയും തന്മാത്രകളെയും എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രധാനമായിട്ടും 3 രീതിക്കാണ് ആറ്റത്തെയും മോളിക്യൂൾസിനെയും എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. 1 മോണോ അറ്റോമിക് രീതി, 2 ഡൈ അറ്റോമിക് രീതി, 3 പോളി അറ്റോമിക് രീതി. അപ്പം ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ്. ആദ്യം നമുക്ക് നോക്കേണ്ടത്, ഓൾറെഡി നമ്മൾ ആറ്റത്തെയും മോളിക്യൂളിനെയും പറ്റി പഠിച്ചു. അപ്പോൾ അവിടെ മോളിക്യൂളിൻ്റെ എന്ന കാര്യം കൊണ്ടുവരിക, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. മോളിക്യൂൾസ് വിത്ത് ഓൺലി 1 ആറ്റം ആർ കാൾഡ് മോണോ അറ്റോമിക് മോളിക്യൂൾസ്. അതായത് ഒരു ആറ്റം മാത്രം ഉള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. കാരണം ഒരു ആറ്റം മാത്രം കൊണ്ട് അവ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിജൻ ഒറ്റ ആറ്റം കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പം ഒരാറ്റം കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന മോളിക്യൂൾസിനെ നമ്മൾ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഹീലിയം, ആർഗൺ, നിയോൺ. ഇവയൊക്കെ മോണോ അറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് മോണോ അറ്റോമിക് എന്ന് ചോദിച്ചാൽ, ഒരാറ്റം മാത്രമുള്ള മോളിക്യൂൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരാറ്റം മാത്രമുള്ള മോളിക്യൂളാണ് എന്തെന്ന് പറയുന്നത്, മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഹീലിയത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് He എന്നുള്ള സിമ്പൽ വെച്ചിട്ടാണ്. നമ്മൾ He എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ഹീലിയം മോളിക്യൂൾ എന്നാണ് അർത്ഥം. കാരണം എന്താണ്, അതൊരു ആറ്റവുമാണ്, അതൊരു മോളിക്യൂളുമാണ്. കാരണം അതൊരു ഹീലിയം ആറ്റവുമാണ്, അതൊരു ഹീലിയം മോളിക്യൂളുമാണ്. കാരണം മോളിക്യൂളിന് അങ്ങനെ നിൽക്കാൻ കഴിയുന്നു, ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ കഴിയുന്നു. എന്നാൽ 2 ഹീലിയം ആറ്റം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു, 2 ഹീലിയം ആറ്റം എന്ന് എഴുതുന്നു. അല്ലാതെ ഹീലിയം 2 എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. 2 ഹീലിയം ആറ്റം എന്ന് എഴുതാൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഹീലിയം മോളിക്യൂളിന് ഒരു ഹീലിയം മോളിക്യൂൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും, He എന്ന് എഴുതും. 2 ഹീലിയം മോളിക്യൂൾ എന്ന് വെച്ചാൽ നമ്മൾ എന്തെന്ന് എഴുതും, 2He എന്ന് എഴുതും. അല്ലാതെ He2 എന്ന് എഴുതില്ല. മനസ്സിലായില്ലേ? ഇതാണ് മോണോ അറ്റോമിക് മോളിക്യൂൾ. അടുത്തതാണ് ഡൈ അറ്റോമിക് മോളിക്യൂൾ. മോണോ അറ്റോമിക് പഠിച്ചു കഴിഞ്ഞു, അടുത്തത് ഡൈ അറ്റോമിക് മോളിക്യൂൾ നോക്കാം. Those with 2 atoms each are called diatomic molecules. 2 ആറ്റങ്ങൾ ചേർന്ന് ഒരു മോളിക്യൂൾ ആവുന്നതിനെ, 2 ആറ്റങ്ങൾ ചേർന്ന് ഒരു മോളിക്യൂൾ ആവുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, ഡൈ അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, 2 പേര് ചേർന്നാൽ മാത്രമേ ഹൈഡ്രജൻ നിൽക്കാൻ കഴിയൂ, സ്റ്റേബിൾ ആവൂ, ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ കഴിയൂ. സോ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് ചോദിച്ചാൽ H എന്ന് എഴുതാം. എന്നാൽ 2 ഹൈഡ്രജൻ ആറ്റം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. പക്ഷേ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. കാരണം ഇങ്ങനെ എഴുതിയാൽ മാത്രമേ ഹൈഡ്രജൻ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്റ്റേബിൾ ആണ് എന്ന് പറയാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് ഓക്സിജൻ്റെ കേസ് O2, നൈട്രജൻ്റെ കേസ് N2. ഇവയൊക്കെ ഒരുമിച്ച് മാത്രമേ 2 നൈട്രജൻ മോളിക്യൂൾ ആറ്റം ചേർന്നോ അല്ലെങ്കിൽ 2 ഓക്സിജൻ ആറ്റം ചേർന്ന് മാത്രമേ ഒരു ഓക്സിജൻ മോളിക്യൂളോ ഒരു നൈട്രജൻ മോളിക്യൂളോ ഉണ്ടാവുന്നുള്ളൂ.
ഹൈഡ്രജൻ ആറ്റം ഈസ് റെപ്രസെൻറ്റഡ് ആസ് H. ഹൈഡ്രജൻ ആറ്റം നമ്മൾ എന്തായിട്ട് കാണുന്നു? ആറ്റത്തെ H ആയിട്ട് കാണുന്നു. മോളിക്യൂളിനെ നമ്മൾ H2 ആയിട്ട് കാണുന്നു. ബട്ട് H2 റെപ്രസെൻറ്റ് എ ഹൈഡ്രജൻ മോളിക്യൂൾ. ഇതാണ് സിമ്പിളായിട്ട് ഇവിടെ പറയുന്നത്. അടുത്തതാണ് പോളി അറ്റോമിക് മോളിക്യൂൾ. എന്താണ് പോളി അറ്റോമിക് മോളിക്യൂൾ നോക്കിയാലോ? ദ മോളിക്യൂൾ വിത്ത് മോർ ദാൻ 2 ആറ്റംസ് ആർ കാൾഡ് പോളി അറ്റോമിക് മോളിക്യൂൾ. രണ്ടിലധികം ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾ. എന്താണ്? രണ്ടിലധികം ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾ. ഒന്ന് പഠിച്ചു, രണ്ട് ചേർന്നുള്ള മോളിക്യൂളുകൾ പഠിച്ചു. ഈ രണ്ടിലധികം ഉള്ളവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? പോളി അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഫോസ്ഫറസ് P4 എന്നാണ് എഴുതുന്നത്. ഇതൊരു മോളിക്യൂളാണ്. കാരണം ഒരു ഫോസ്ഫറസ് ചേർന്ന് ഒരു ഫോസ്ഫറസ് ആറ്റമോ 2 ഫോസ്ഫറസ് ആറ്റമോ 3 ഫോസ്ഫറസ് ആറ്റമോ ചേരുമ്പോൾ ഫോസ്ഫറസ് ഇൻഡിപെൻഡൻ്റ് ആയ ഒരു മോളിക്യൂൾ ആവുന്നില്ല. 4 ഫോസ്ഫറസ് ചേരുമ്പോൾ മാത്രമേ ഫോസ്ഫറസ് ഇൻഡിപെൻഡൻ്റ് ആയ ഒരു മോളിക്യൂളായിട്ട് മാറുന്നുള്ളൂ. അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നത് 4 എണ്ണം ചേരുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് സൾഫറിൻ്റെ കേസിൽ. 8 സൾഫർ ആറ്റം ചേരുമ്പോഴാണ് ഒരു സൾഫർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. നമ്മൾ ഫോസ്ഫറസിൻ്റെ ആറ്റം, ഒരു ഫോസ്ഫറസ് ആറ്റം എന്ന് വെച്ചാൽ P എന്ന് എഴുതിക്കോ, ഒരു സൾഫർ ആറ്റം എന്ന് വെച്ചാൽ S എന്ന് എഴുതിക്കോ. എന്നാൽ ഇവ ഒരു സൾഫർ മോളിക്യൂൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതണം? S8 എന്ന് എഴുതണം. ഒരു ഫോസ്ഫറസ് മോളിക്യൂൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതണം? P4 എന്ന് എഴുതണം. കാരണം എങ്കിൽ മാത്രമേ അവർ ഇൻഡിപെൻഡൻ്റ് ആവൂ, സ്റ്റേബിൾ ആവൂ. ഇതിനാണ് പറയുന്നത് സം എലമെൻറ്റ്സ് എക്സിസ്റ്റ് ആസ് മോളിക്യൂൾസ് ഓഫ് മോർ ദാൻ 2 ആറ്റംസ്. 2 ആറ്റങ്ങൾ ചേർന്ന്, 2 വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങൾ ചേർന്നിട്ട് ഒരു മോളിക്യൂൾ ആവുന്ന അവസ്ഥാന്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു മോണോ അറ്റോമിക്കിലും ഡൈ അറ്റോമിക്കിലും പോളി അറ്റോമിക്കിലും നമ്പേഴ്സ് ഓഫ് ആറ്റം ആൻഡ് മോളിക്യൂൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ മോണോ അറ്റോമിക് മോളിക്യൂൾസ്, the number given on the left side of the symbol indicates the number of molecules and atoms. മോണോ അറ്റോമിക് മോളിക്യൂൾസിൽ ഇടതുവശത്ത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുവശത്ത് സൂചിപ്പിച്ചിരിക്കുന്ന സംഖ്യ ആ ഒരു ആറ്റത്തിൽ എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ട്, എത്രത്തോളം ആറ്റംസ് ഉണ്ട് എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. രണ്ടും ഒന്ന് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഉദാഹരണം വെച്ച് തന്നെ പറയാം. നമ്മൾ പഠിച്ചു ഹീലിയം, ആർഗൺ, നിയോൺ എന്നിവയ്ക്കെല്ലാം മോണോ അറ്റോമിക് എക്സാമ്പിളാണ്. ഇവരുടെ ഇടതുവശത്ത് നമ്മൾ 2 എന്ന് എഴുതിയാലും 3 എന്ന് എഴുതിയാലും 5 എന്ന് എഴുതിയാലും എന്താണ് സംഭവിക്കുന്നത്? 2 ഹീലിയം ആറ്റം എന്നും പറയാം, 2 ഹീലിയം മോളിക്യൂൾ എന്നും പറയാം. ഇവിടെ 3 ആർഗൺ ആറ്റം എന്നും പറയാം, 3 ആർഗൺ മോളിക്യൂൾ എന്നും പറയാം. 5 നിയോൺ ആറ്റം എന്നും 5 നിയോൺ മോളിക്യൂൾ എന്നും പറയാം. ഇതാണ് ആരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? മോണോ അറ്റോമിക്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നാൽ പോളി അറ്റോമിക്കിലും ഡൈ അറ്റോമിക്കിലും വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇൻ പോളി അറ്റോമിക് മോളിക്യൂൾസ് ആൻഡ് ഡൈ അറ്റോമിക് മോളിക്യൂൾസ് ദ സബ്സ്ക്രിപ്റ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സിമ്പൽ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ആറ്റംസ് വിത്തിൻ 1 മോളിക്യൂൾ. ഇതിനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമുക്കറിയാം പോളി അറ്റോമിക്കും ഡൈ അറ്റോമിക്കും എക്സാമ്പിൾ എഴുതാം. എന്താണ്? ഹൈഡ്രജനും എഴുതാം, നമുക്ക് സൾഫറും എഴുതാം. ഓക്കെ, ഈ ഹൈഡ്രജൻ്റെയും സൾഫറിൻ്റെയും സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നത്, ഹൈഡ്രജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ 2 വേണം, സൾഫർ സ്റ്റേബിൾ ആണെങ്കിൽ 8 വേണം. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നത് ആ ഒരു മോളിക്യൂളിനകത്ത് എത്രത്തോളം ആറ്റം ഉണ്ട് എന്നതാണ്. എന്നാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എഴുതുന്ന ഇതിന് നമ്മൾ പറയുന്നത് 2 ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. 2 ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട്, 2 ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട്. സൾഫറിൻ്റെ ഫ്രണ്ടിൽ ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു സൾഫർ മോളിക്യൂൾ, ഒരു 5 ഇട്ടാൽ 5 സൾഫർ മോളിക്യൂൾ എന്നാണ് അർത്ഥം. അതായത് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സംഖ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ട് എന്നതും, ആ ഒരു റൈറ്റ് സൈഡിൽ വരുന്ന സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് വരുന്ന സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്ന സംഖ്യയെ ആ ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആവാൻ എത്ര ആറ്റങ്ങൾ വേണം എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ഏതായിരിക്കും? ഇതായിരിക്കും, ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ആയിരിക്കും. എത്രത്തോളം മോളിക്യൂൾസ്, മറക്കരുത്, മോളിക്യൂൾസ് ഉണ്ടെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളത്, എത്രത്തോളം ആറ്റംസ് ഉണ്ടെന്ന് കാണിക്കുന്നത് റൈറ്റ് സൈഡിൽ താഴെ എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ പറയപ്പെട്ടതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കാം. ഒരു ഓക്സിജൻ ആറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് O ആണ്, ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് H ആണ്, ഒരു സൾഫർ ആറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് S ആണ്, ഒരു ഫോസ്ഫറസ് ആറ്റം P ആണ്, ഒരു പൊട്ടാസ്യം ആറ്റം K ആണ്. അപ്പം ആറ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യിക്കാൻ എന്താണോ അതിൻ്റെ സിമ്പൽ, ഒരു ആറ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യിക്കാൻ എന്താണോ അതിൻ്റെ സിമ്പൽ അത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. എന്നാൽ ഒരു ഓക്സിജൻ മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യിക്കാൻ O2, ഹൈഡ്രജൻ മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ H2, ഒരു സൾഫർ മോളിക്യൂളിൻ്റെ S8, ഫോസ്ഫറസിന് P4. എന്നാൽ 2 ഓക്സിജൻ മോളിക്യൂളുണ്ട് 2O2, 3 ഹൈഡ്രജൻ മോളിക്യൂളുണ്ട് 3H2, 5
സൾഫർ മോളിക്യൂളുണ്ട്, 5S8, 3 ഫോസ്ഫറസ് മോളിക്യൂളുണ്ട്, 3P4. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതാണ് താഴെ നൽകുന്നത് 2 ഹീലിയം ആറ്റം 2He. അത് ആറ്റമായിട്ടും നമുക്ക് കണക്കാക്കാം, മോളിക്യൂളായിട്ടും കണക്കാക്കാം. 5Na എന്ന് എഴുതിയ സോഡിയം ആറ്റമായിട്ട് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, 5Na. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 സോഡിയം ആറ്റംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മോളിക്യൂൾസ് അല്ല, സോഡിയം ആറ്റമായിട്ട് മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് 5O എന്ന് എഴുതിയാൽ 5 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആണോ അവർ? അല്ല, അവർ മോളിക്യൂളായിട്ട് ആവണമെങ്കിൽ താഴെ 2 ഓക്സിജൻ ബോണ്ടഡ് ആയിരിക്കണം, അതായത് ചേർന്ന് നിൽക്കുന്നതിനാണ് നമ്മളതെന്ന് പറയുന്നത്. അതിന് ഉദ്ദേശിക്കുന്നതാണ് ഈ 2 എന്ന് ഉദ്ദേശിക്കുന്നത്. ബോണ്ട് അല്ലാതെ അങ്ങും 5 എണ്ണം നിൽക്കുന്നു എങ്കിൽ അത് നമ്മൾ 5O2 ഇങ്ങനെയാണ് O എന്ന് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് മോളിക്യൂൾസ് ഇൻറ്റു മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക് ആൻഡ് പോളി അറ്റോമിക്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് ഇതെന്ന് പറയുന്നത്. മോണോ അറ്റോമിക് എന്ന് പറയുന്നത് ഒരൊറ്റ ആറ്റം മാത്രമുള്ളത്. എക്സാമ്പിൾ കണ്ണും പൂട്ടി എഴുതാൻ കഴിയും എന്തൊക്കെയുണ്ടെന്ന്. ഹീലിയം, ആർഗൺ. ഡൈ അറ്റോമിക് 2 മോളിക്യൂൾ, 2 ആറ്റങ്ങൾ ചേർന്ന ഒരു മോളിക്യൂൾ ആവുന്നത്. ഇതിനകത്ത് എക്സാമ്പിൾ ആരൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, Cl2. ഇനി അടുത്ത പോളി അറ്റോമിക്കിന് എക്സാമ്പിൾ ആരൊക്കെയുണ്ട്? P4 ഫോസ്ഫറസും സൾഫർ S8. ഇവയാണ് ഇതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇത്ര നേരം പഠിച്ചത് വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആയിരുന്നു ഇത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടെക്സ്റ്റിലെ മറ്റൊരു ആക്ടിവിറ്റി കൂടി നമുക്ക് നോക്കാം. ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ റൈറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ട്, എത്രത്തോളം ആറ്റംസ് ഉണ്ട് എന്ന് താഴെ തന്നിരിക്കുന്ന ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ആദ്യം നൽകിയിരിക്കുന്നത് O2 ആണ്. O2 എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ മോളിക്യൂളാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് മോളിക്യൂൾ 1. നമ്പർ ഓഫ് ആറ്റംസ്, ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ചേർന്നാണ് ഒരു മോളിക്യൂൾ ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 ആറ്റംസ് എന്ന് എഴുതാൻ കഴിയും. ഇതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരേണ്ടി വരും, നോക്കിക്കോ, വളരെ ശ്രദ്ധിച്ച് നോക്കിക്കോ. രണ്ടാമത് 2 നൈട്രജൻ മോളിക്യൂളാണ് നൽകിയിരിക്കുന്നത് അല്ലേ. അപ്പം മോളിക്യൂൾ നമുക്ക് കണ്ണടച്ച് ഇടതുവശത്ത് എത്ര ഉണ്ടോ അത് നമുക്ക് എഴുതാൻ കഴിയും, 2 നൈട്രജൻ മോളിക്യൂൾ. എന്നാൽ ഇതിൽ എത്ര ആറ്റങ്ങളുണ്ട്? വേറൊന്നും വേണ്ട, 2 × 2, മുകളിൽ 2ഉം താഴെയുള്ള 2ഉം കൂടി എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്ത് എഴുതുക, 4. 4 ആറ്റങ്ങളാണ് ഈ ഒരു 2 നൈട്രജൻ മോളിക്യൂളിൽ ഉള്ളത്. എന്നാൽ 6Cl2 എന്ന് പറയുന്ന ക്ലോറിനിൽ 6 മോളിക്യൂൾ നമുക്കറിയാൻ പറ്റും, കണ്ണടച്ച് എഴുതാൻ കഴിയും. ഇടതുവശത്ത് എന്തുണ്ടോ അതാണ് അതിൻ്റെ മോളിക്യൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ 6 മോളിക്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണ്? Cl2, കാരണം അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നതാണ് Cl2. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം എന്താണ്? 6 × 2 12 ആണ്. അതുപോലെ തന്നെ ഹീലിയം നമ്മൾ പറഞ്ഞു മോണോ അറ്റോമിക് ആണ്. 2 ഹീലിയം മോളിക്യൂളാണ്, 2 ഹീലിയം ആറ്റങ്ങളാണ്. കാരണം ഇടതുവശത്ത് ഇരിക്കും, മോണോ അറ്റോമിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇടതുവശത്ത് എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ ആറ്റവും മോളിക്യൂളും. എന്നാൽ അടുത്ത നോക്കാം, 5Na സോഡിയം 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 5 മോളിക്യൂൾസ് ഓഫ് സോഡിയം ആൻഡ് 5 മോളിക്യൂൾസ് ഓഫ് ആറ്റംസ് ആണ് നമുക്ക് എഴുതാൻ പറ്റും. കാരണം എന്താണ്? അതിൻ്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തായിട്ടും അങ്ങനെ എഴുതാൻ കഴിയും. അടുത്തത് O3, അത് നിങ്ങൾ കേട്ടില്ലാത്ത കാര്യമാണല്ലേ. ഓസോൺ എന്നാണ് O3യെ പറയുന്നത്. ഓസോണിൽ എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ട്? 1 മോളിക്യൂളേ ഉള്ളൂ. കാരണം ഇടതുവശത്ത് പ്രത്യേകിച്ച് നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പം 1 മോളിക്യൂളും. ഇതിനകത്ത് ഇത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്. കാരണം ഓക്സിജൻ 3 എണ്ണം ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇതെന്ന് പറയുന്നത് ഓസോൺ എന്ന് പറയുന്നത് ഇല്ലേ. അടുത്തതാണ് P4. എന്താണ്? ഫോസ്ഫറസിൻ്റെ 1 മോളിക്യൂളാണ് എന്തെന്ന് പറയുന്നത് P4 എന്ന് പറയുന്നത്. അതിനകത്ത് എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്? 4 എണ്ണം. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നും കൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇടതുവശത്ത് എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ മോളിക്യൂൾ എന്ന് പറയുന്നത്. വലതുവശത്ത് എഴുതിയിരിക്കുന്നത്, താഴെ എഴുതിയിരിക്കുന്ന സൂപ്പർ സ്ക്രിപ്റ്റിനെ നമ്മൾ പറയുന്നത് എന്താണ്? ആറ്റങ്ങളുടെ എണ്ണം. അത് ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ പറ്റുന്ന ആ ഒരു മോളിക്യൂൾ, 1 മോളിക്യൂളിനെ റെപ്രസെൻ്റ് ചെയ്യിക്കാനാണ് നമ്മൾ താഴെ എഴുതിയിരിക്കുന്നത്. അപ്പം എത്ര ആറ്റം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇടതുവശത്തുള്ളതിനെയും വലതുവശത്ത് താഴെയുള്ളതിനെയും തമ്മിൽ എന്ത് ചെയ്യുക, ഗുണിക്കുമ്പോഴാണ് എത്രത്തോളം ആറ്റങ്ങൾ അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങൾ. എന്താണെന്ന് നോക്കിയാലോ. വാട്ടർ ഈസ് എ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നുണ്ടായ ഒരു സംയുക്തമാണ് എന്തെന്ന് പറയുന്നത്? വെള്ളം എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഈസ് ഫോംഡ് വെൻ 1 ഓക്സിജൻ ആറ്റം കമ്പൈൻസ് വിത്ത് 1 കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നപ്പോഴാണ് എന്തുണ്ടായത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത്. അങ്ങനെ മാത്രമാണോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത്? നോക്കിയാലോ. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോംഡ് വെൻ 1 കാർബൺ ബേൺസ് വിത്ത് ഓക്സിജൻ.
എന്ത് ചെയ്യുന്നു? കാർബൺ ഓക്സിജനുമായി കത്തുമ്പോഴും എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഓൾസോ ഫോംഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുന്നതിലൂടെയും എന്ത് പുറത്തു വരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നു. അപ്പോൾ പല രീതിക്കും ആര് പുറത്തു വരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നുണ്ട്. വെള്ളം എങ്ങനെ ഉണ്ടായി? ഓക്സിജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടായി. ഇതിനെയാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്ന് ഒരു പുതിയൊരു കാര്യം ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, വാട്ട് എവർ ബി ദ സോഴ്സ് ഓഫ് എ കോമ്പൗണ്ട്, എന്തോ ആയിക്കോട്ടെ, ഒരു കോമ്പൗണ്ട് നിർമ്മിക്കാനുള്ള സോഴ്സ് എന്തോ ആയിക്കോട്ടെ, എ ഫിക്സഡ് റേഷ്യോ ഈസ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ദ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കൃത്യമായ റേഷ്യോ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ഓക്സിജനും ഒരു ഹൈഡ്രജനും കൂടി ചേർന്ന് നിന്നിരിക്കട്ടെ, വാട്ടർ ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ. അവ തമ്മിൽ കൃത്യമായിട്ട് ഒരു റേഷ്യോ ഉണ്ടായിരിക്കണം, ഒരു അനുപാതം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഉണ്ടാകൂ എന്ന് പറയാൻ കഴിയുള്ളൂ. ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ദ റേഷ്യോ ഓഫ് കാർബൺ ആറ്റം ടു ഓക്സിജൻ ആറ്റം ഈസ് ഓൾവേസ് 1:2. എവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിക്കോട്ടെ, നമ്മൾ പറഞ്ഞു പല രീതിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകണമെങ്കിൽ അവിടെ സ്ഥിരമായും 1:2 എന്ന് പറയുന്ന ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിരുന്നാൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സംയുക്തം ഉണ്ടാവുകയുള്ളൂ. Thus, carbon dioxide molecule can be represented as CO2. അതുകൊണ്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ CO2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു കാർബൺ ആറ്റവും രണ്ട് ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു? CO2 എന്ന് എഴുതുന്നു. ഒരു കാർബൺ ആറ്റവും രണ്ട് ഓക്സിജൻ ആറ്റവും കൂടെ ചേർന്നിട്ട് ആരുണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. മറക്കരുത്. സിമിലാർലി ഇനി വാട്ടറിൻ്റെ കേസിലാണ് പറയുന്നത്. വാട്ടർ മോളിക്യൂൾ ദ റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ ആറ്റം ഈസ് 2:1. അപ്പം നമ്മൾ പറഞ്ഞു ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് വാട്ടർ എന്ന് പറയുന്ന സംയുക്തം ഉണ്ടായിരിക്കുന്നത്. ഇവ ചേരാൻ ഉണ്ടായ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ടാണ് ഒരു വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു വാട്ടർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത്, സംയുക്തം ഉണ്ടായിരിക്കുന്നത്. അതിന് നമ്മൾ രണ്ട് ഹൈഡ്രജൻ H2, ഒരു ഓക്സിജൻ H2O. അപ്പം H2O ആണ് എന്തെന്ന് പറയുന്നത്? വാട്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The type of representation is known as the chemical formula of compound. അപ്പോൾ ഇങ്ങനെ റേഷ്യോയുടെ അനുപാതത്തിൽ നമ്മൾ രണ്ട് എലമെൻറ്റിനെയോ രണ്ട് കോമ്പൗണ്ടിനെയോ എന്ത് ചെയ്യുന്നു? റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ രാസ പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ നമ്മൾ അതിൻ്റെ റേഷ്യോയിൽ നമ്മൾ എഴുതുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നാളെ നൽകിയിരിക്കുന്നത് H2SO4. നോക്കാം. H2SO4. ഇതിൽ നമുക്ക് എന്താ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും? രണ്ട് ഹൈഡ്രജൻ ആറ്റമുണ്ട്, 2:, ഒരു സൾഫർ ആറ്റമുണ്ട്, ഓക്സിജൻ 4 ആറ്റം. 2:1:4 H2SO4 ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു. വാട്ടറിൻ്റെ കാര്യം നമ്മുടെ റേഷ്യോ പറഞ്ഞു. HCl ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും കൂടെ ചേർന്നാണ് HCl ഉണ്ടായിരിക്കുന്നത്. NaCl ഒരു സോഡിയം ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും കൊണ്ട് ചേർന്നിട്ടാണ് NaCl സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സംയുക്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് സംയുക്തം ഉണ്ടാവണമെങ്കിൽ അവിടെ കൃത്യമായി എന്തുണ്ടായിരിക്കണം? ഒരു റേഷ്യോ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്രത്തോളം കാർബൺ ഉണ്ട്, എത്രത്തോളം ഓക്സിജൻ ഉണ്ട്, മാത്രമല്ല അതെങ്ങനെയാണ് കെമിക്കൽ ഫോർമുല റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് ഒരു കാർബൺ ആറ്റവും രണ്ട് ഓക്സിജൻ ആറ്റവും ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കെമിക്കൽ ഫോർമുല CO2 ആണ്. എന്നാൽ വാട്ടർ എന്ന് പറയുന്നതിൽ എന്താണ്? രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തന്നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? H2O എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നോക്കാം എന്താണെന്ന്. 2CO2 റെപ്രസെൻറ്റ് 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ്. അപ്പോൾ 2 CO2 മോളിക്യൂൾസ് എന്ന് നമ്മൾ എഴുതിയാൽ 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ്. ഇനി നമുക്ക് ഇതിനെ ഇൻഡിവിജ്വലായിട്ട് പിരിക്കാം. എത്രത്തോളം കാർബൺ ആറ്റം ഇതിനകത്ത് പ്രസൻ്റ് ആണ് നോക്കാം. 2C ആണ്, അപ്പോൾ 2 കാർബൺ ആറ്റം ഉണ്ട്. എത്രത്തോളം ഓക്സിജൻ ആറ്റം ഇവിടെ ഉണ്ട് നോക്കാം. O2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന 2 ഈ Cക്കും
ഈ ഒയ്ക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഈ ടു ഈ സിക്കും ഈ ഒയ്ക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പം സി 2 ആറ്റമാണ്, കാർബൺ 2 ആറ്റമാണ് ഉള്ളതെങ്കിൽ ഓക്സിജൻ 4 ആറ്റമാണുള്ളത്. 2 × 2 ഈ 2 ഗുണിക്കുക, അതാണ് അതിൻ്റെ ആറ്റമിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. 4 ഓക്സിജൻ ആറ്റമാണുള്ളത്. ടോട്ടൽ 2 + 4 എന്ന് പറയുന്നത് 6 ആറ്റമാണ് കാണാൻ കഴിയുന്നത്. അപ്പം CO2 മോളിക്യൂളിൽ 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ എത്ര ആറ്റം കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 6 ആറ്റം കാണാൻ കഴിയും. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ പറയുന്നത്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ 6 ആറ്റം ഇൻക്ലൂഡിങ് 2 കാർബൺ ആറ്റംസ് ആൻഡ് 4 ഓക്സിജൻ ആറ്റം ഇൻ 2 CO2. 2 കാർബൺ ആറ്റവും 4 ഓക്സിജൻ ആറ്റവും ചേർന്ന് 6 ആറ്റങ്ങളാണ് മൊത്തത്തിൽ നമുക്കിതിൽ കാണാൻ കഴിയുന്നത്, 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. ദർ ആർ 7 ആറ്റംസ് ഇൻക്ലൂഡിങ് 2 ഹൈഡ്രജൻ ആറ്റംസ് 1 സൾഫർ ആറ്റം ആൻഡ് 4 ഓക്സിജൻ ആറ്റം ഇൻ H2SO4. അപ്പോൾ മറ്റൊരു കോമ്പൗണ്ടാണ് പറയുന്നത് H2SO4. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിനകത്ത് 2 ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് സൾഫർ ഒന്നേ ഉള്ളൂ, ഒരു സൾഫർ ആറ്റം ഉണ്ട്, ഒരു സൾഫർ പ്ലസ് ഓക്സിജൻ എത്ര ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. 2 + 1 + 4 4 + 3 = 7. ടോട്ടൽ എത്ര ആറ്റം ഇതിൽ കാണാൻ കഴിയുന്നു? 7 ആറ്റങ്ങൾ കാണാൻ കഴിയുന്നു. എങ്ങനെ 7 ആറ്റം വന്നു എന്ന് ഞാൻ ചോദിക്കട്ടെ. 2H2SO4 എന്നാണ് വന്നിരുന്നതെങ്കിൽ 2H2SO4 എന്നാണ് വന്നിരുന്നതെങ്കിൽ നോക്കാം 2H2SO4 എന്നാണ് വന്നിരുന്നതെങ്കിൽ നമുക്ക് എത്രത്തോളം ആറ്റങ്ങൾ ഇതിൽ നിന്ന് കാണാൻ കഴിയും? എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ 2 എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന എല്ലാത്തിലും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. നോക്കാം. അപ്പം എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2H2 പ്ലസ് എത്ര സൾഫർ ഉണ്ട്? 2 സൾഫർ, കാരണം ഈ 2 ഇതിനകത്തും ആപ്ലിക്കബിൾ ആണ്. പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നോക്കിയാലോ? 2O4, കാരണം ഈ 2 എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. അപ്പം 2 × 2 4 ഹൈഡ്രജൻ ഉണ്ട്, പ്ലസ് 2 സൾഫർ ഉണ്ട്, പ്ലസ് 4 × 2 അല്ലെങ്കിൽ 2 × 4 8 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഹൈഡ്രജൻ സൾഫൈറ്റിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 × 2 6 6 6 12 14 ആറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് എത്രത്തോളം ആറ്റങ്ങൾ ഉണ്ടെന്നും എത്രത്തോളം മോളിക്യൂൾസ് അതിനകത്തുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇത്രയും നേരം പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ഡിറ്റർമൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ മോളിക്യൂൾ. താഴെ നൽകിയിരിക്കുന്നവയുടെ എത്രത്തോളം ആറ്റംസ്, താഴെ നൽകിയിരിക്കുന്ന മോളിക്യൂൾസിൽ എത്രത്തോളം ആറ്റംസ് പ്രസന്റ് ആണ്, എത്രത്തോളം ആറ്റംസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ആൾ CO2 ആണ്. ആദ്യത്തെ ആളാണ് CO2. CO2വിനെ സംബന്ധിച്ചിടത്തോളം എത്ര ആറ്റംസ് കാണാൻ കഴിയും? ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ചേർന്ന് ടോട്ടൽ എത്ര പേരാണുള്ളത്? 3 ആറ്റങ്ങളാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ കാണാൻ കഴിയുന്നത്. എത്ര ആറ്റമാണ്? 3 ആറ്റങ്ങളെയാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ രണ്ടാമത്തെ ആൾ നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ആളാണ് 2C12H22O11 എന്ന് പറയുന്നത്. C12H22O11 എന്ന് പറയുന്നത് ആരാണ്? ഗ്ലൂക്കോസ് ആണ്. ആ ഗ്ലൂക്കോസ് എത്ര മോളിക്യൂൾ ഉണ്ട്? 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ട്. അതായത് ഈ 2 ഇവർക്ക് എല്ലാവർക്കും ഈക്വലി ഷെയർഡാണ്. എല്ലാവരിലോട്ടും എത്തുന്ന ഒരു 2 ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? 12 2 സമയത്തുണ്ട് 24 പ്ലസ്, കാരണം 12 × 2 അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 12 × 2 പ്ലസ് 22നും ഈ 2ഉം വരും. 22 × 2 പ്ലസ് 11 × 2 വരും. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 24 × 44 × 22 എന്ന് വരും ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? 68 + 22 എന്ന് പറയുന്നത് 90 എന്ന് വരും. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും? C12H22. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ എത്ര കാണാൻ കഴിയും? 12 + 22 + 11 എത്ര കാണാൻ കഴിയും? നോക്കാം. 22 10 32 34 10 44 45 എണ്ണം കാണാൻ കഴിയും. എത്ര എണ്ണം കാണാൻ കഴിയും? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ 45 ആറ്റങ്ങൾ കാണാൻ കഴിയും. എന്നാൽ 2 ഗ്ലൂക്കോസ് മോളിക്യൂളിലാവുമ്പോൾ എത്രയാണ്? 45 × 2 ആണ് 90 എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ആളാണ് 5H2O. H2O ആരാണ്? വാട്ടറാണ്. ഒരു H2O എത്ര നോക്കാം. ഹൈഡ്രജൻ 2 ഉണ്ട്, 2 ഹൈഡ്രജൻ പ്ലസ് 1 ഓക്സിജൻ 3. 3 × 5 എന്ന് പറയുന്നത് 15. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഒരാളുടെ കണ്ടുപിടിച്ചിട്ട് ഫ്രണ്ടിലുള്ള മോളിക്യൂൾസ് കൊണ്ട് എന്ത് ചെയ്യുക? ഗുണിച്ചു കൊടുക്കുക. അതേ മെത്തേഡ് നമുക്ക് താഴെയും ചെയ്യാം.
NaCl 3 Na ഉണ്ട് പ്ലസ് 3 Cl ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് NaCl 1 പ്ലസ് 1 2 എന്ന് പറയുന്നത്. അപ്പം 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. അല്ലെങ്കിൽ 3 + 3 എന്ന് പറയുന്നത് എന്താണ് 6 ആണ്. അപ്പോൾ 2 അടുത്ത് 1 അല്ലേ വന്നത്, 3 + 3 3 × 2. ഓക്കെ, അടുത്ത നോക്കാം. അപ്പോൾ 3 NaCl മോളിക്യൂളിൽ 3 NaCl മോളിക്യൂളിൽ എത്ര എണ്ണം കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ 6 ആറ്റംസ് നമുക്ക് കാണാൻ കഴിയും. 7 NH3. NH3 എന്ന് വെച്ചാൽ അമോണിയ. ആരാണ്? അമോണിയയാണ് NH3 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു NH3ക്കകത്ത് എത്ര ഉണ്ട്? ഒരു നൈട്രജനും 3 ഓക്സിജനും 4 പേര്. അപ്പം ടോട്ടൽ എത്ര ആളുണ്ട്? എത്ര മോളിക്യൂളുണ്ട്? 7 ഉണ്ട്. 7 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 28. അപ്പോൾ 28 മോളിക്യൂളിൽ ആര് കാണാൻ കഴിയും? NH3 കാണാൻ കഴിയും. എന്നാൽ സിങ്ക് ക്ലോറൈഡാണ് അടുത്ത ആൾ വരുന്നത്. ZnCl2. ഫ്രണ്ടിൽ നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് കണ്ടുപിടിച്ചത് ഒരു സിങ്കും 2 ക്ലോറിനോട് ചേർത്ത് 3 പേര്. അപ്പം സിങ്ക് ക്ലോറൈഡ് എത്ര പേരുണ്ട്? 3 ആറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് കെമിക്കൽ ഇക്വേഷൻ, രാസസമവാക്യങ്ങൾ. നോക്കാം. ദ കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോമിങ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രോജൻ ഈസ് റിട്ടൺ ആസ് ഷോൺ ബിലോ. അപ്പം എന്തൊക്കെ ചേർന്നിട്ടാണ്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമായ ഒരു റിയാക്ഷനാണ് താഴെ നൽകിയിരിക്കുന്നത്. നിങ്ങൾ കാണാൻ കഴിയുമല്ലോ. സിങ്ക് Zn + HCl gives ZnCl2 + H2. ഇതിനകത്ത് എത്രത്തോളം ആറ്റം ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. സിങ്ക് റിയാക്റ്റൻ സൈഡിൽ ഒരു സിങ്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് ഒരു സിങ്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇനി HCl-ലോ H നോക്കാം. ഒരു H ആണ് നമുക്ക് പ്രോഡക്റ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ 2 H നമുക്ക് എവിടെ കാണാൻ കഴിയുന്നു? റിയാക്റ്റീവ് സൈഡിൽ ഒരു H ആണ് കാണാൻ കഴിയുന്നതെങ്കിൽ പ്രോഡക്റ്റ് സൈഡിൽ 2 H കാണാൻ കഴിയുന്നുണ്ട്. നോക്കിക്കോ, 2 H നമുക്ക് കാണാൻ കഴിയുന്നില്ല, 2 H ഉണ്ട്. എന്നാൽ ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോറിനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ എവിടെയാണ്? റിയാക്റ്റൻ സൈഡിൽ ഒരു ക്ലോറിനും പ്രോഡക്റ്റ് സൈഡിൽ 2 ക്ലോറിനുമാണ് കാണാൻ കഴിയുന്നത്. ഹിയർ സിങ്ക് ആൻഡ് HCl ആർ റിയാക്റ്റൻസ്. ഇവിടെ ആരൊക്കെയാണ്? Zn + HCl ആണല്ലോ റിയാക്ട് ചെയ്തത്. ഇവയെ നമ്മൾ ചേർത്ത് വിളിക്കുന്നത് റിയാക്റ്റൻസ് എന്നാണ്. ആരാണ്? റിയാക്ഷൻ നടക്കുന്ന 2 പേരെ നമ്മൾ ചേർത്ത് വിളിക്കുന്നത് റിയാക്റ്റൻസ് എന്നും അവർ ചേർന്നുണ്ടാവുന്ന ആൾക്കാരെ നമ്മൾ പ്രോഡക്ട്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രോഡക്ട്സ് ആരൊക്കെയാണ്? ZnCl2 + H2. ഇവയാണ് നമ്മളെന്ന് വിളിക്കുന്നത് പ്രോഡക്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ Zn + HCl gives റിയാക്റ്റൻസ്. ഇവ രണ്ടും ആരാണ്? റിയാക്റ്റൻസ് ആണ്. ഇവയെ റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ആയ ZnCl2 + H2 ഉണ്ടാവുന്നു. ഇതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം റിയാക്റ്റൻസും വേണം, പ്രോഡക്ട്സും വേണം. എങ്കിൽ മാത്രമേ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇക്വേഷൻ ഉണ്ടാവുന്നുള്ളൂ, രാസസമവാക്യം ഉണ്ടാവുകയുള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ റിയാക്റ്റൻസും വേണം, പ്രോഡക്ട്സും വേണം നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. ദ സബ്സ്റ്റൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആർ കാൾഡ് റിയാക്റ്റൻസ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ എന്തെന്ന് പറയുന്നു? റിയാക്റ്റൻസ് എന്ന് പറയുന്നു. സബ്സ്റ്റൻസ് ഫോംഡ് ആസ് ദ റിസൾട്ട് ഓഫ് ദ റിയാക്ഷൻ. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട്, രാസപ്രവർത്തനം കൊണ്ട് അവിടെ ഉണ്ടായ വസ്തുക്കളെ നമുക്ക് പ്രോഡക്ട്സ് എന്നും വിളിക്കാം. അപ്പോൾ റിയാക്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി, പ്രോഡക്ട്സ് എന്താണെന്ന് മനസ്സിലായി. വെൻ എ കെമിക്കൽ ഇക്വേഷൻ ഈസ് റിട്ടൺ, ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം കൈൻഡ് ഓൺ ദ സൈഡ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ദാറ്റ് ഓഫ് ദ പ്രോഡക്ട്സ് ഷുഡ് ബി ഈക്വൽ. അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് എന്താണ്? റിയാക്റ്റൻസിൻ്റെ സൈഡിൽ എത്രത്തോളം ആറ്റംസ് ചേർന്നിട്ടാണോ റിയാക്റ്റൻസ് ചേർന്ന് പ്രോഡക്ട്സ് ഉണ്ടാവുന്നത്, അത്രയും പ്രോഡക്ട്സ് തന്നെ ഇപ്പുറത്തും ഉണ്ടാകണം, പ്രോഡക്റ്റ് സൈഡിലും ഉണ്ടാവണം. ഉദാഹരണത്തിന് പറഞ്ഞുതരാം. 2 റിയാക്റ്റൻസ് 1 + 1 എന്ന് പറയുന്ന ഇക്വേഷനിലാണ് അല്ലെങ്കിൽ ഫോർമാറ്റിലാണ് എന്തുണ്ടായത്? പ്രോഡക്ട്സ് റിയാക്റ്റൻസ് ചേർന്ന് പ്രോഡക്ട്സ് ഉണ്ടാവുന്നതെങ്കിൽ ഇപ്പുറത്തും 1 + 1 അല്ലെങ്കിൽ 2 എന്നുള്ള ഫോർമാറ്റിൽ എന്തുണ്ടാവണം? പ്രോഡക്ട്സ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം, പ്രോഡക്റ്റ് സൈഡും റിയാക്റ്റൻറ്റ് സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് റിയാക്റ്റൻറ്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റിയാക്റ്റൻറ്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം എന്ന്. നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിങ്ക് + HCl gives ZnCl2 + H2. ഈ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ സിങ്ക് ഒരാളാണ് കാണാൻ കഴിയുന്നത്, HCl ഒരു HCl ആണ് കാണാൻ കഴിയുന്നത്, ഒരു Hഉം ഒരു Clഉം. എന്നാൽ പ്രോഡക്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു സിങ്ക് തന്നെയാണ്, പക്ഷേ ക്ലോറിൻ 2 പേരുണ്ട്, ഹൈഡ്രജൻ 2 പേരുണ്ട്. 3 ഈസ് നോട്ട് ഈക്വൽ ടു 5.
റിയാക്റ്റൻസ് സൈഡും പ്രോഡക്റ്റ് സൈഡും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. അതാണ് നമ്മുടെ അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത്. എങ്ങനെ ഈക്വൽ ആക്കാം? സിങ്ക് പ്ലസ് 2HCl gives ZnCl2 പ്ലസ് H2. നോക്കാം ഇത് എങ്ങനെയാണ് വരുന്നതെന്ന്. ഒരു സിങ്ക് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ 2 എന്ന് പറയുന്നത് ഈ Hനും Clനും ഒരുപോലെ ഈക്വൽ ആണ്. അപ്പോൾ 1 പ്ലസ് 2H പ്ലസ് 2Cl gives Zn ഒരാളാണുള്ളത്, 2 Cl ഉണ്ട്, 2 H2 ഉണ്ട്, 5 എന്ന് പറയുന്നത് 5, I = 5. റിയാക്റ്റൻസ് സൈഡും പ്രോഡക്റ്റ് സൈഡും ഈക്വൽ ആയില്ലേ? നോക്കാം. സിങ്ക് റിയാക്റ്റൻസ് സൈഡിൽ ഒന്നാണുള്ളത്, പ്രോഡക്റ്റ് സൈഡിലും ഒന്ന് തന്നെയാണുള്ളത്. ഹൈഡ്രജൻ റിയാക്റ്റൻസ് സൈഡിൽ 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 2 ഉണ്ട്. ക്ലോറിൻ റിയാക്റ്റൻസ് സൈഡിലും 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 2 ഉണ്ട്. ഇപ്പോൾ ഇതിന് നമ്മൾ പറയുന്നതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നാണ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നതിനെ പറയുന്നത്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. Now the number of atoms in both sides of the arrow is equal. ഇപ്പോൾ നോക്കുമ്പോൾ രണ്ട് സൈഡിലെയും റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലെയും പ്രോഡക്റ്റിൻ്റെ സൈഡിലെയും നമ്പേഴ്സ് എന്തായി? നമ്പർ ഓഫ് ആറ്റംസ് എന്തായി? ഈക്വലായി. This type of chemical equation which is written such that the number of atoms of the same type is equal in the side of reactants and the products are called balanced chemical equation. എന്താണ്? പ്രോഡക്റ്റിൻ്റെ സൈഡിലും റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും ഒരുപോലെ എന്ത് ചെയ്യുന്നു? നമ്പേഴ്സ് ഓഫ് ആറ്റം വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഈ ടെക്സ്റ്റിനകത്തുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക്, വളരെ സിമ്പിളായിട്ടൊരു ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. Now look at the balanced chemical equations given below. Write down the reactants and products in the table. സിമ്പിൾ ചോദ്യമാണ്. എന്താണ്? കുറച്ച് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ താഴെ നൽകിയിട്ടുണ്ട്. റിയാക്റ്റൻസും പ്രോഡക്ട്സും അതാത് ഗ്രൂപ്പുകളിൽ എഴുതുക, അല്ലെങ്കിൽ അതാത് ബോക്സുകളിൽ എഴുതുക. C+O2 gives CO2. റിയാക്റ്റൻസ് എന്ന് പറയുന്നത് സിയും ആരൊക്കെയാണ്? സിയും O2 ആണെന്ന് പറയുന്നത് റിയാക്റ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CO2. H2 + Cl2. H2 + Cl2 എന്ന് പറയുന്നത് റിയാക്റ്റൻസും 2HCl എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റുമാണ്. ഇവിടെ നോക്കുമ്പോൾ 2H2 + O2 gives എന്താണ്? 2H2O. ഇവിടെ പ്രോഡക്റ്റ് ആരാണ്? H2O ആണ് എന്നു പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. H2 + O2 ആണെന്ന് പറയുന്നത് അവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടൊരു ആക്ടിവിറ്റി ആയിരുന്നു. അടുത്തതായി ടെക്സ്റ്റിലെ മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ദ ഇക്വേഷൻസ് ആർ ഗിവൻ ബിലോ ആർ നോട്ട് ബാലൻസ്ഡ്. താഴെ നൽകിയിരിക്കുന്ന സമവാക്യങ്ങൾ ബാലൻസ് ചെയ്തവയല്ല. ബാലൻസ് ചെയ്യാമോ എന്നതാണ് ചോദ്യം. മാക്സിമം നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കാം. Mg + O2 gives MgO. ഇവിടെ നോക്കുമ്പോൾ Mg ഒന്നാണുള്ളത്, ഓക്സിജൻ 2 എണ്ണം ഉണ്ട്, ടോട്ടൽ 3 എണ്ണം ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ 2 MgO 2 എണ്ണേ കാണാൻ കഴിയുന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? Mg + O2 gives MgO. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഓക്സിജൻ 2 ആയി, പക്ഷേ Mg 2 ആയി. ഇവിടെ പക്ഷേ 1 ഉള്ളൂ. ഇവിടെ 2 ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ശരിയായില്ലേ? നോക്കാം. 2Mg + O2 gives 2MgO. ഇവിടെ 2 Mg ഉണ്ട്, 2 O2 ഉണ്ട്. ഇവിടെ ഈ 2 എല്ലായിടത്തും തുല്യ സ്ഥാനമാണ് വരുന്നത്, 2MgO. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ കറക്റ്റ് എങ്ങനെ വരും? 2Mg + O2 gives 2MgO. ഇതേ മാതൃകയിൽ മറ്റുള്ളവയും ചെയ്തു നോക്കുക. ടെക്സ്റ്റിലെ ലെറ്റേഴ്സ് ആക്സസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെന്റ്സിനെയും കോമ്പൗണ്ട്സിനെയും ഈ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് വേർതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 2 കോളം ആക്കാം. എലമെന്റ്സ്, കോമ്പൗണ്ട്സ്. ആദ്യമായി വരുന്ന എലമെന്റ് ഏതാണ്? നോക്കാം. ഏതൊക്കെയാണ് എലമെന്റ്സ്, ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ്? എലമെന്റ്സ് എന്ന് വെച്ചാൽ പ്യുവർ ആയിട്ട് വരുന്നതാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്, മൂലകങ്ങൾ എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അമോണിയ ഒരു എലമെന്റ് ആണോ? അല്ല. NH3 എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. ഷുഗർ ഒരു കോമ്പൗണ്ട് ആണ്. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു എന്താണ്? നൈട്രജൻ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. കാരണം നൈട്രജൻ നമുക്ക് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതുപോലെ തന്നെ മെർക്കുറി എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ആൾസോ സോഡിയം എന്ന് പറയുന്നതിനെയും എന്ത് ചെയ്യാൻ കഴിയില്ല? ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് എന്താണ്? കാർബൺ, അവസാനം കിടക്കുന്ന കാർബണിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ബാക്കി അമോണിയ,
ഷുഗർ, സോഡിയം ക്ലോറൈഡ്, പിന്നെ ആരാണ്? വാട്ടർ, കോപ്പർ സൾഫേറ്റ്. ഇവയെല്ലാം എന്താണ്? കോമ്പൗണ്ട്സ് ആണ്. കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായില്ലേ? ലെറ്റസ് ആക്സസിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ഫോർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ടു ഗീവ് ദ അമോണിയ. താഴെ നൽകിയിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻ അനലൈസ് ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ആവുന്ന ഒരു ഇക്വേഷൻ ആണ്. ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ദിസ് ഇക്വേഷൻ? അപ്പോൾ ഈ ഒരു റിയാക്ഷനിലെ റിയാക്റ്റൻസ് ഏത്, പ്രോഡക്ട്സ് ഏതെന്നാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ N2 + H2 ആണ്, 3H2 ആണ് എന്തെന്ന് പറയുന്നത് ഇവിടത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. N2H2 ആണ് എന്തെന്ന് പറയുന്നത് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് ആരാണ്? 2NH3 ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ബി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റം ഓഫ് ദ റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൻ്റെ മാത്രം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ആൻഡ് മോളിക്യൂൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. N2 എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ പ്ലസ് 3H2 എന്ന് പറയുന്നത് 3 മോളിക്യൂൾ. അപ്പം 1 + 3 എന്ന് പറയുന്നത് 4 മോളിക്യൂളാണ് എവിടെയുള്ളത്? റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത് 4 മോളിക്യൂളാണ്. മാത്രമല്ല അവിടെ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. അവിടെ എത്ര ആറ്റംസ് ഉണ്ടെന്ന് 4 മോളിക്യൂളാണ്. ഇനി അവിടെ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. 2 + 6, അതായത് 8 ആറ്റംസ് ആണ് അവിടെ കാണാൻ കഴിയുന്നത്. റിയാക്റ്റൻറ്റ് സൈഡിൽ 8 ആറ്റംസ് ആണ് കാണാൻ കഴിയുന്നത്. 4 മോളിക്യൂൾസ് ആണ് അവിടെ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇനി പ്രോഡക്റ്റിൻ്റെ സൈഡിൽ എത്രത്തോളം ആറ്റംസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് 2N + 2H3 ആണ് വന്നിരിക്കുന്നത്. അപ്പം എത്രത്തോളം മോളിക്യൂൾ ഉണ്ടെന്ന് നോക്കട്ടെ. 2 മോളിക്യൂളാണുള്ളത്. ആൻഡ് ഓൾസോ NH3 എന്ന് പറയുന്നതിൽ എത്ര ആറ്റം ഉണ്ടെന്ന്. അപ്പോൾ എത്ര മോളിക്യൂളുണ്ട്? 2 മോളിക്യൂളുണ്ട്. ഇനി എത്രത്തോളം ആറ്റം ഉണ്ടെന്ന് നോക്കാം. 2 × N + 2H3 എന്ന് പറയുന്നത് 2 + 6 എന്ന് പറയുന്നത് 8 ആണ്. നമുക്ക് അവിടെയും കിട്ടിയത് റിയാക്റ്റൻറ്റ് സൈഡിൽ ആറ്റംസ് കിട്ടിയതും 8 ആണ്. പ്രോഡക്ട്സിൻ്റെ സൈഡിലും ആറ്റംസ് കിട്ടിയത് 8 ആണ്. അപ്പം അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് ദ പ്രോഡക്ട്സ്? അപ്പം ആറ്റത്തിൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലെയും പ്രോഡക്റ്റിൻ്റെ സൈഡിലെയും ആറ്റങ്ങൾ തമ്മിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. എന്താണ്? പ്രോഡക്റ്റിൻ്റെ സൈഡിലെയും റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആണ്. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ലെറ്റസ് ആക്സസിലെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. N ഈസ് ദ സിമ്പൽ ഓഫ് നൈട്രജൻ. നൈട്രജൻ്റെ സിമ്പലാണ് N എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു N2, 2N ആൻഡ് 2N2 ഇൻഡിക്കേറ്റ്? അപ്പം N2 എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു 1 നൈട്രജൻ മോളിക്യൂളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 നൈട്രജൻ മോളിക്യൂളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ 2N എന്ന് പറയുന്നത് 2 നൈട്രജൻ ആറ്റത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. 2 നൈട്രജൻ ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നാൽ 2N2 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? 2 നൈട്രജൻ മോളിക്യൂൾ. 2 നൈട്രജൻ മോളിക്യൂൾ. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 5N2? 5N2യിൽ എത്രത്തോളം മോളിക്യൂൾസും എത്രത്തോളം ആറ്റംസും പ്രസൻറ്റ് ആണെന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 5 മോളിക്യൂൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നതാണ് അവൻ്റെ മോളിക്യൂൾസിൻ്റെ കണക്കെന്ന് പറയുന്നത്. 5 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ആറ്റംസ് ഉണ്ട്? 5 × 2 എന്ന് പറയുന്നത് 10. അപ്പോൾ എത്ര ആറ്റംസ് ഉണ്ട്? 10 ആറ്റംസ് ആണ് അതിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ അല്ലേ? ലെറ്റസ് ആക്സസിൻ്റെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ. കുറച്ച് കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. C+O2 gives CO2, CH4 + 2O2 gives CO2, അങ്ങനെ 2H2O അതൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് ബാക്കി ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. വിച്ച് ഓഫ് ദീസ് ആർ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻസ്? അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബാലൻസ്ഡ് ദോസ് ഇക്വേഷൻസ് വിച്ച് ആർ നോട്ട് ബാലൻസ്ഡ്. ബാലൻസ് അല്ലാത്ത ഇക്വേഷൻ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിനകത്ത് ബാലൻസ്ഡ് നോക്കിയാലോ? C+O2 gives CO2 ബാലൻസ്ഡ് ആണോ? അതെ, ബാലൻസ്ഡ് ആണ്.
CH4 plus 2O2 gives CO2 plus 2H2O. അതെ, ബാലൻസ്ഡ് ആണ്. N2 plus O2 gives NO. ബാലൻസ്ഡ് ആണോ? അല്ല, ഇത് ബാലൻസ്ഡ് അല്ല, ബാലൻസ് ചെയ്യണം. CO3 gives CaO plus CO2. ആണോ? ബാലൻസ്ഡ് ആണോ? നോക്കാം. Ca ഒരെണ്ണം, C ഒരെണ്ണം, O3 മൂന്നെണ്ണം, Ca ഒരെണ്ണം, O ഒരെണ്ണം, C ഒരെണ്ണം, O2 രണ്ടെണ്ണം, ടോട്ടൽ മൂന്നെണ്ണം. ബാലൻസ്ഡ് ആണ്. H2 plus I2 gives Hi. ആണോ? ബാലൻസ്ഡ് ആണോ? അല്ല, ബാലൻസ്ഡ് അല്ല, ബാലൻസ് ചെയ്യേണ്ടി വരും. Fe plus HCl gives FeCl2 plus H2. ബാലൻസ്ഡ് ആണോ? അല്ല, ഇത് ബാലൻസ്ഡ് അല്ല, ബാലൻസ് ചെയ്യണം. CO2 plus C gives CO. അത് ബാലൻസ്ഡ് ആണോ? അല്ല, അതും ബാലൻസ്ഡ് അല്ല. അപ്പോൾ മൂന്നെണ്ണമാണ് ബാലൻസ്ഡ്. C plus O2 gives CO2, CH4 plus 2O2 gives CO2 plus 2H2O, and CO3 gives CaO plus CO2. ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്? ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ബാലൻസ് അല്ലാത്തവയെ ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് N2 plus O2 gives. എന്ത് ചെയ്യാൻ പറ്റും? 2 N ഉണ്ട്, 2 O ഉണ്ട്. അവിടെ തന്നിരിക്കുന്നത് എന്താണ് നോക്കാം. NO ആണ്. NO ഇവിടെ എന്ത് ചെയ്യുക? ഒരു 2 മുന്നിൽ ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. 2NO ആയി, 2O ആയി, ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അപ്പം N2 plus O2 gives 2NO ആണ് എന്തെന്ന് പറയുന്നത്? ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. രണ്ടാമത്തെ ബാലൻസ്ഡ് അല്ലാത്തത് H2 plus I2 gives Hi. ഇതും എന്ത് തന്നെയാണ്? എങ്ങനെ എഴുതാം? H2 plus I2 gives Hi എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുക? ഒരു 2 ഇട്ട് കൊടുത്താൽ മതി, 2Hi. അപ്പം ഇതും ബാലൻസ്ഡ് ആയി. രണ്ടാമത്തെ ഇക്വേഷനും ബാലൻസ്ഡ് ആയി. മൂന്നാമത്തെ നോക്കാം. Fe plus HCl gives FeCl2 plus H2. നോക്കാം. Fe plus HCl gives FeCl2 plus H2. ഇതിലെ ഇക്വേഷൻ H2. ഇവ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം? ഇവിടെ ഒരു Fe ആണുള്ളത്, ഇവിടെയും ഒരു Fe ഉണ്ട്. HCl ഓരോന്ന് വിധമാണുള്ളത്, പക്ഷേ 2 Hഉം 2 Cl2 ഉണ്ട്. എന്ത് ചെയ്യുക? ഇവിടെ ഒരു Fe പ്ലസ് 2HCl gives FeCl2 പ്ലസ് H2. ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. 2HCl എന്ന് എഴുതിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അടുത്തത് CO2 പ്ലസ് E. അടുത്ത നോക്കാം, ഒരെണ്ണം കൂടെ ബാലൻസ് ചെയ്യുന്നുണ്ട്. CO2 പ്ലസ് E എന്ന് പറയും. CO2 പ്ലസ് C gives CO. ഓക്സിജൻ 2 എണ്ണം ഉണ്ട്, ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നോക്കാം ഇവിടെ എങ്ങനെ ശരിയാകുമെന്ന് നോക്കാം. എങ്ങനെ നമുക്ക് ഇതാക്കാമെന്ന് നോക്കാം. ഒരു 2 ഇട്ട് കൊടുത്ത് ഇവിടെയും എന്ത് ചെയ്യുക? CO2. അപ്പോൾ 2 കാർബണായി. ഇവിടെയും ഒരു C ഇട്ട് കൊടുത്താൽ 2 ഇട്ട് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. CO2 പ്ലസ്, അതായത് ഇങ്ങനെ വരും. എന്താണ്? CO2 പ്ലസ് 2C gives 2CO. ഇപ്പോൾ എന്തായി? ഓക്സിജൻ 2ആയി, കാർബൺ 2ആയി. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. ബാലൻസ് ആവാത്ത കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസും ചെയ്തു. ഏതൊക്കെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ലെറ്റ് us ask the ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് whether the following statements are right or wrong. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഷോ ദ സെയിം പ്രോപ്പർട്ടീസ്. ഒരേ മൂലകത്തിലുള്ള ആറ്റംസ് കാണിക്കുന്നത് ഒരേ പ്രോപ്പർട്ടി ആയിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, കാരണം ഒരേ മൂലകങ്ങൾ കാണിക്കുന്നത് ഒരേ പ്രോപ്പർട്ടി തന്നെയായിരിക്കും അതിൻ്റെ ആറ്റംസ് കാണിക്കുന്നത്. സോ ട്രൂ ആണ്, ട്രൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ആർ ഡിഫറെൻറ്റ്. ഒരു കോമ്പൗണ്ടിൽ കാണപ്പെടുന്ന, ഒരു സംയുക്തത്തിൽ കാണപ്പെടുന്ന ആറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും. സംയുക്തം എന്ന് വെച്ചാൽ എന്താണ്? 2 വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്നതാണ് സംയുക്തം എന്ന് പറയുന്നത്. സോ എന്താണ്? അത് ട്രൂ ആണ്, ഡിഫറെൻറ്റ് തന്നെ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ്. എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, മൂലകങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധ പദാർത്ഥങ്ങളാണ്. ശുദ്ധ പദാർത്ഥങ്ങളാണോ അല്ലയോ? ആണ്, അതെ, ട്രൂ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഈസ് എ മോണോ അറ്റോമിക് മോളിക്യൂൾ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു മോണോ അറ്റോമിക് മോളിക്യൂൾ ആണ്. ശരിയോ തെറ്റോ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ H2 ആയിട്ടാണ് നിൽക്കുന്നത്. അതൊരു ഡൈ അറ്റോമിക് മോളിക്യൂൾ ആണ്, ഡൈ അറ്റോമിക്. സോ ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി എന്നോട് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.